ഹലോ 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 നിങ്ങളൊരു കാര്യം അറിയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം അറിയുന്നുണ്ട്. സിറ്റിയിലെ പെമ്പിള്ളാര് പൂൾ പാർട്ടി നടത്തുന്നുണ്ട്. അതിന്റെ ലൊക്കേഷന് ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാവേ. പൂൾ പാർട്ടി പെൺവേഷം കേട്ടിട്ട് പോടാളിയല്ലേ. ഞാൻ ഇപ്പൊ അഡ്മിറ്റ് എടുത്ത് പറഞ്ഞ പെണ്ണാകൂല്ലേ ഞാനും വെച്ച് കെട്ടട്ടെ എന്നെ കൊണ്ട്. എനിക്കും വേണം രണ്ട് ചേട്ട. അതിന് അവിടെ ചെന്ന് വേറെ ടോപ്പിക്, ഇനി അവിടെ ചെന്ന് ഫൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ടോപ്പിക്കാ. പിന്നെ അവരെ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇതാണോ ഇവിടെയാണോ? ഹെൽമെറ്റ് വെച്ചോടാ, ഹെൽമെറ്റ് വെച്ചോ, അടിയാവേ. കേറി കേറിക്കോ. എത്തിയില്ലേ? 72 ഇത് വേറെ. കേൾക്കുന്നുണ്ടോ? എവിടെ വരണ്ടേ? 7228 അടുത്തുള്ള സ്റ്റോപ്പില്. ഓക്കെ, ആര്യ കേൾക്കുന്നുണ്ടോ? ബേബി നീ വരണ്ട, നീ ഇവിടെ ജംഗ്ഷനിൽ നിൽക്കും, ഞാൻ പോയിട്ട് വരാം. വെയിറ്റ്, നീ വന്ന് തൂക്കും. ഞാൻ പറഞ്ഞു, ഞാൻ പോയി ഡീൽ ചെയ്യാം. ഞാൻ ഡീൽ ചെയ്തോളാം. ട്രിക്സ് അല്ലേടാ അത്? ട്രിക്സ് അല്ലേടാ ഇത്? ഹലോ ആ ഓക്കെ വാടാ വാടാ ബേബി വാ, പെട്ടെന്ന് പെട്ടെന്ന് സിറ്റുവേഷൻ ആവുമ്പോ ഇല്ല അവന് കൊടുക്കാം വെയിറ്റ് ചെയ്ത്. ഞാൻ ഡ്രസ് ഒന്ന് മാറട്ടെ. ഓ എന്തോ ഡെയ്സി പറ, എന്ത് പറ്റി? ഇതാരൊക്കെ ഇത്? ഡെയ്സി, ലൈറയും ഐഷയാണോ? ഇതാരാ ഇവിടെ ഓപ്പറ പബ്ലിക്കലി എന്തോ പറഞ്ഞാലോ? ഓ സോറി സോറി സോറി. ബേബി പുറത്തിറങ്ങ, ബേബി പുറത്തിറങ്ങ, ബേബി ബേബി ബേബി. എന്ത് എടാ, ഇന്ന് ഇവന്റ് വല്ലതും ഉണ്ടോ സിറ്റിയില്? പർച്ചേസ് ഇവന്റ് വല്ലതും ഉണ്ടോ സിറ്റിയില്? ആ ഓക്കെ ചോദിച്ചു അല്ല, എല്ലാരും കൂടെ ഒരുമിച്ച് ഡ്രസ് പറഞ്ഞോണ്ട് ചോദിച്ചാ. അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടാ. അവരുടെ അടുത്ത് പറ, ഇനി ആ റേഡിയോ ഞെക്കിട്ട് ഞാനും ആ റേഡിയോ ഞെക്കിട്ട് അവരുടെ അടുത്ത് പറയണം ഞാൻ ഏത് ഡ്രസ് സ്റ്റോപ്പിലോട്ടാ വരണ്ടേന്ന് പറയാം, ഏത് ഡ്രസ് സ്റ്റോപ്പിലോട്ടാ വരണ്ടേന്ന് പറയാം. ഓക്കെ 3 2 1. Ready 1 2 3 start. ഹലോ, ഏത് ഷോപ്പിലോട്ടാ വരണ്ടേ? ഹലോ 7228. ഓൺ ദ വേ വന്നോണ്ടിരിക്കാന്ന് പറയണേ. ഓക്കെ വന്നോണ്ടിരിക്കുവാണേ. നിങ്ങളെല്ലാവരും കൂടെ എത്തിയോ? എങ്ങനുണ്ടത്? ഞാൻ തന്നെ പ്രേമിക്കും കേട്ടാ. ഞാൻ ഒറ്റ സംസാരിച്ച് ഇറക്കുമാരെയൊക്കെ വളർത്തേ വണ്ടികളൊക്കെ ദൈവത്തെ വിളിച്ച് പെണ്ണാക്കി തരാൻ പറഞ്ഞല്ലോ. എന്നിട്ട് നിന്നെ ഇൻവിസിബിൾ ആക്കി തരാനും പറയാം ദൈവത്തിനടുത്ത്. അമ്മ നിനക്ക് എന്നെ തോളത്തിരിക്കാം, മനസ്സിലായോ? നീ സംസാരിച്ചാ മതി. ഓക്കെ പക്ഷെ നീ ഞാൻ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് എങ്ങനെയാ? ഞാൻ നീ മാറി ഇത് കമ്മ്യൂണിക്കേറ്റ്. നീ എന്റെ തോളത്തിന് 24 മണിക്കൂർ ഇരിക്കുമല്ലോ. അതെങ്ങനെയുണ്ട് സാധനം? അല്ല ഞാൻ നിന്റെ തോളത്ത് എപ്പോഴും ഇരിക്കാം. ഏത്
എന്നിട്ട് നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് എടാ, നിന്നെ ദൈവം ഇൻവിസിബിൾ ആക്കി തരും, മനസ്സിലായി? ഇൻവിസിബിൾ ആക്കി തരും. നോ ക്ലിപ്പ് ചെയ്തിട്ട് ദൈവം നിന്നെ നോ ക്ലിപ്പ് ചെയ്യും. നോ ക്ലിപ്പ് ചെയ്തിട്ട് നീ എന്ത് വെച്ചാൽ വണ്ടി തരണം. അപ്പൊ ഇൻവിസിബിൾ ആവും നീ. അപ്പൊ നീ എന്റെ തോളത്തിരിക്കണം, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയണ്ടെങ്കിൽ അപ്പൊ നീ മാറിപ്പോയാ മതി. ഓക്കെ. അല്ലെ ഞാൻ ഇൻവിസിബിൾ ആവാം, നീ പെണ്ണാവണം. അതാകുമ്പോ സെറ്റ് ആയിരിക്കും. എങ്ങനെയുണ്ട്? എന്താണെങ്കിലും കണക്കല്ലോ. പക്ഷെ അത് അങ്ങനെ മാറിപ്പോവാൻ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മാറിപ്പോണെങ്കിൽ നീയല്ലേ പറ്റുള്ളൂ. പുറത്തിരിക്കുമ്പോ ഇങ്ങനെ മാറിപ്പോണേ. അപ്പൊ ഞാൻ ദൈവത്തെ വിളിക്കട്ടെ, ദൈവത്തെ വിളിക്കട്ടെ. ഞാൻ ഇച്ചിരി ബൂത്ത് വെച്ചിട്ട് അളിയാ, ഹലോ 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 മന്ദാരം, നീ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചേ. ഫോൺ വിളിക്കേ 3070. ഹലോ ദൈവം, ഹലോ ദൈവം, എനിക്കൊരു ആർപ്പ് ചെയ്യാനാണ് ദൈവം. സംഭവം എന്താ വെച്ചാലേ, ഒറ്റ മിനിറ്റ്. നമ്മുടെ ഒറ്റ മിനിറ്റ് ദൈവം, ഒറ്റ മിനിറ്റ്. എടാ ഇപ്പൊ വിളിക്കാം, ഒറ്റ മിനിറ്റ് ഇപ്പൊ വിളിക്കാം. ഹലോ ദൈവം, കേക്കാവോ? ഹലോ. സംഭവം എന്ന് വെച്ചാല് ഈ ഗേൾസ് പൂൾ പാർട്ടി നടത്തുന്നുണ്ട്, മനസ്സിലായ? അപ്പൊ ഞാനിത് അവരുടെ തന്ത്രപൂർവ്വം അവരുടെ റേഡിയോയിലൊക്കെ കയറി വേദിക എന്നൊക്കെ പേരിട്ടിരിപ്പുണ്ട്. അപ്പം വേദികയായിട്ട് ഇവനാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവനോട് ഞൊഴഞ്ഞ് കേറാനായിട്ടാ. ഇവനെ ഒന്ന് പെണ്ണാക്കി തരാൻ പറ്റുമോ? അവിടെ ഒന്ന് പുറത്തിറങ്ങണ. ഒരു വള്ളി ഇല്ല, ലൈവാണ്. ഒരു വള്ളിയില്ല. പിന്നെ എന്നെ ഒന്ന് ഇൻവിസിബിൾ, എന്നെ ഒന്ന് മറ്റേ അല്ലല്ലേ ജസ്റ്റ് തോളത്തിരിക്കും. ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല. എന്നെ ഇൻവിസിബിൾ ആക്ക്, ഞാൻ സംസാരിക്കാം. അല്ലല്ല, നീ പെണ്ണാവും, ഞാൻ ഇൻവിസിബിൾ ആവും. ഞാൻ ലൈവുള്ളല്ലേ, അതൊന്നും സീനില്ല. നിന്റെ പ്രൂഫ് ഒന്നുമില്ല, നീ ഇൻവിസിബിൾ ആയിട്ട് കാര്യമില്ല. നീ ഇതാവാ മതി, അവനെ പെണ്ണാക്കി വേണുണ്ട്. എന്നെ ഇൻവിസിബിൾ ആക്കിയാൽ മതി. അല്ല നിനക്ക് നീ ഊമയാന്ന് പറയാ. ഇൻവിസിബിൾ ആക്കാൻ പറ്റും, ഞാൻ പറഞ്ഞുതരാൻ വഴി. അതൊക്കെ ഞാൻ ഇപ്പൊ മോളിൽ നിന്ന് വിളിച്ചിപ്പോ റെഡിയാക്കി തരാം. അതൊക്കെ ഒന്നും പ്രശ്നമില്ല. അത് ഇയാളൊന്ന് പെണ്ണാക്കി ഒരു കിടില പെണ്ണാക്കി എന്നെ കൊച്ചായിട്ട് അഭിനയിച്ച് അല്ല കൊച്ചായിട്ടാക്കിയാ മതി. വേണുണ്ട്. എന്നെ കൊച്ചു ക്യാരക്ടർ ആക്കിയാൽ മതി, കൊച്ചു ക്യാരക്ടർ കേട്ടോ. അപ്പൊ ഇൻവിസിബിൾ വേണ്ടല്ലോ. ഹലോ ദൈവം പോയി ഇങ്ങനെ അലച്ചാൽ എങ്ങനെയാ? എടാ എന്നെ പൂച്ചയാക്ക്. എന്നെ പൂച്ചയാക്ക്. എന്നെ പൂച്ചയാക്ക്. എന്നെ പൂച്ചയാക്ക്. റേഡിയോ ചെക്ക് സംസാരിക്കുക, ടൈമിക്ക് സംസാരിക്കാവേ. ഈ പൂച്ചയ്ക്ക് എന്താ ടെക്സ്ചർ ഇല്ലല്ലോ. ക്യൂട്ട് പട്ടി മതി. എന്നെ പെണ്ണാക്കിയില്ലേ? ക്യൂട്ട് പട്ടി. പുലിയുണ്ടോ? പുലി. ഇത് മതി. കിട്ടലും പട്ടി. അടുത്ത കേറി. ഹലോ ദൈവം, ഹലോ പോലെ ദൈവം. പിന്നെ ഇച്ചിരി കൂടെ ക്യൂട്ടായിട്ടുള്ള പെണ്ണിന്റെ ഇതുണ്ടോ? പെണ്ണിന്റെ പെണ്ണ് ഇതാണുള്ള ക്യൂട്ടല്ലേ? ബേബി നമ്മളിത് സംസാരിച്ചു തുടങ്ങുവാണ്. 3, 2, 1. ആ ഡ്രസ് ഷോപ്പിന്റെ പോസ്റ്റർ കോഡ് ഒന്നുകൂടെ പറയാന്ന് പറയണേ. ഓക്കെ, ഡ്രസ് ഷോപ്പിന്റെ പോസ്റ്റർ കോഡ് ഒന്നുകൂടെ പറയോ? മറന്നുപോയി. പറഞ്ഞിട്ട് ഞെക്കടാ. നീ എന്റെ അടുത്ത് ഞെക്കാൻ പറയണം. അവിടെ ഞെക്കുന്നതിന്റെ കോഡല്ലേ? ഞെക്കുവാണേ. പെട്രോൾ തീർന്നളിയാ. നിന്റെ ഇല്ല പെട്രോള്? ഇല്ല. ഫ്രസ്കിൻ അടിക്കല്ലേ ചത്താലും.
റെഡി സംസാരിക്കുമോ? ഒന്നുകൂടെ പോസ്റ്റൽ കോഡ് പറഞ്ഞുതരാൻ പറ. എടാ നീ പോയി പെട്രോൾ മേടിച്ചിട്ടോ നേരെ ടാക്സി വരുന്നു. ടാക്സി വിളി. ടാക്സി ടാക്സി. ഹലോ ഒന്നിനോ ചുമ്മാ വിളിച്ചേ. എടാ കുടിച്ചു പോലെ ഇനി നീ പുറത്ത് വിളിച്ചാ പോലും ഞാൻ ഫോൺ എടുക്കില്ല പോലെയാടി പോലെ. പിന്നെ എന്നെ ക്യാരി ചെയ്തേ. പറ. നമ്മൾ ഗേൾസിന്റെ പൂൾ പാർട്ടി നടത്തുന്നുണ്ട്. നമ്മൾ അവിടെ എത്തി കഴിഞ്ഞിട്ട് നിനക്ക് ലൊക്കേഷൻ അയച്ചുതരാം. നീയും മന്ദാരം ബാലൻ വേറെ ഒരാളും വരുന്നു. എടാ നീ എന്താ വിചാരിക്കുന്നത്? ഞാൻ അവരുടെ അംഗമായിട്ട് ഞാൻ പട്ടി ഇവിടെ ബേബി പെണ്ണുമായിട്ട് നിൽക്കുക. അവരുടെ കൂടെ ഞാനൊക്കെ എത്തിക്കോളാം. നീ വേറെ വേറെ ആരും കൂട്ടല്ലേ? പോയി സംസാരിക്കും അവരോട്. പോയി അവരോട് സംസാരിക്കും. ഞാനാ വേദിക്കുന്നൊക്കെ പറഞ്ഞു. ഡ്രസ് എടുത്തിട്ടോ. ഹലോ ദേവാ. ഞാൻ ഇവിടെ ഗേൾസിന്റെ ഒരു ഹലോ കുട്ടി പറയൂ. പശുവിന്റെ ശബ്ദം ഉണ്ടാക്കുന്ന പട്ടി. എല്ലായിടത്തോളൂ കുഴപ്പമില്ല. ബീച്ചിൽ പോകുന്ന ഇമ്പോർട്ടന്റ് കാര്യം പറയണ്ടേ എന്നെ? ഡച്ചുകള് പട്ടിയെ കണ്ടിട്ടില്ല. എന്റെ അമ്മാമ്മയുടെ പേര് ഇഷാന്ന് പറഞ്ഞു. അവിടെ ഒരു ഇതെന്താ പൂച്ച പട്ടിയുടെ ശബ്ദം ഉണ്ടാക്കണല്ല, പട്ടി പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കുന്ന. പട്ടിയായിരുന്നോ? ഞാൻ എന്താ ചേച്ചി ഇങ്ങനെ കളിയാക്കുന്നത്? എന്റെ പെപ്പട്ടി ചിന്നുവാണ്. നിങ്ങൾ എന്തിനെ കളിയാക്കുന്നത്? ഞാനാണ് വേദിക. എന്നെ കണ്ടൂടെ? ബീച്ച് പാർട്ടിക്ക് പോവാ. അപ്പൊ ബീച്ച് പാർട്ടി ഇത് ചിന്നു. പട്ടിന്ന് വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. 6 പേരുണ്ട് ഇപ്പൊ. എല്ലാവരുമായിട്ട് കമ്പനി ആവും. പിന്നെ ഞാൻ സിറ്റി പുതിയതാന്നൊക്കെ പറഞ്ഞു. സിറ്റി പുതിയതാ. പിന്നെ എന്നെ കൂടെ കൂട്ടും. എനിക്ക് സ്വിച്ചും കാര്യങ്ങളൊന്നും അറിയിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുട്ടയുള്ള ചിഹ്നമാ. തൽക്കാലം എന്റെ ഈ ഡ്രസ്സിൽ നിങ്ങൾ എന്നെ കൂട്ടുവോ? നിങ്ങളുടെ കൂടെ ബീച്ച് പാർട്ടി ഔട്ട്ഫിറ്റ് ഇട്ടാലേ കൂട്ടുള്ളൂ. അല്ലേ? നമ്മൾ ഓൾറെഡി ബീച്ച് പാർട്ടി ഔട്ട്ഫിറ്റിലാണ്. സ്റ്റിക്കറും പിന്നെ ഷോർട്സും. ഹലോ ബ്രോ, കണ്ണാപ്പി ബ്രോ. പറഞ്ഞോ. ഞാൻ കില്ലാടി പൂസായിരുന്നേ. ഞാൻ എന്താണ് ഞാൻ ഇറങ്ങാൻ നിൽക്കാം. അപ്പൊ ബ്രോനോട് ഞാൻ 15 കോടി കൊടുത്തു. അപ്പൊ അതിനൊരു ഇതാക്കാൻ വിളിച്ച. എനിക്ക് അത് വേണ്ട, ഇറങ്ങി. ബ്രോയ്ക്ക് ഞാൻ കൊടുത്തായിരുന്നു 5 മാസം മുന്നേ. എനിക്കോ? അതെ ഞാൻ 15 കോടി നീ എനിക്ക് തന്നോ? അതെ ബ്രോയ്ക്ക് ആർക്കോ? ബ്രോയുടെ കൂട്ടത്തിൽ തന്നെ. എന്റെ കൂട്ടത്തിലുള്ള ആരും എനിക്ക് വന്നിട്ടില്ല. നീ ഇന്നൂടെ അതെ, ഇന്നും കൂടെ ഉള്ളു. ഇപ്പൊ ഇറങ്ങാൻ പോവാ. ഇവിടെ മുമ്പിൽ രാണ ഉണ്ട്. പോയിട്ട് എന്നെ എത്ര വയസ്സൂടെ വേണം കേറാൻ? 3 വർഷം. 3 വർഷമോ? പോയിട്ട് ഓൾ ദി ബെസ്റ്റ്. ബ്രോ കാണാം എവിടെയൊക്കെ വെച്ച്. ലൈവ് ഒക്കെ ഇരുന്ന് കണ്ടോ? 3 വർഷം. ശരിടാ. ബൈ. പാവടാ. കളർ ചേഞ്ച്. നിങ്ങളൊക്കെ സുന്ദരിമാരാ.
പക്ഷെ നിങ്ങൾക്കൊക്കെ ഭയങ്കര പൊക്കം, എനിക്ക് പൊക്കമില്ല. എനിക്ക് heels ഇട്ട് നടക്കാറില്ല. ഞാൻ അല്ല, അത് എന്റെ പെറ്റാണ് ചിന്നു. ചിന്നു ഹലോ. ചിന്നു സംസാരിക്കില്ല, കടിക്കുള്ളൂ. വേണ്ടി വന്ന് കടിക്കും. വായില് വരലിട്ട് നോക്കൂ. കടിക്കും. നിങ്ങളുടെയൊക്കെ പേരെന്താണ്? സിറ്റി ഉണ്ട് നിരു. നിങ്ങളുടെയൊക്കെ പേരെന്താ? നിരു സിറ്റി ഉണ്ട്. എടുക്കുന്നില്ലല്ലോ. നിരു സിറ്റി ഉണ്ട്. സിറ്റി ഉണ്ട്. ഹലോ, നിങ്ങളുടെയൊക്കെ പേരെന്താ? ഞാൻ വിളിച്ചോക്കട്ടെ. പക്ഷെ ഈ പൊക്കം കണ്ടിട്ട് എനിക്ക് എല്ലാവരും അമ്മമാരെ പോലെ. ഇനി നരയുള്ളവരൊക്കെ എനിക്ക് അമ്മച്ചിമാരെന്ന് വിളിക്കാനതാണ്. അമ്മച്ചി സോറി വിളിച്ചേ, അറിയണ്ടാ. ഹലോ നിരു എവിടെ? പൂൾ പാർട്ടി ഉണ്ട് ഗേൾസിന്റെ. ഡ്രഗ് ഷോപ്പിലേക്ക് ഒന്ന് വരുമോ? വീട്ടിന്റെ അടുത്തുള്ള ഡ്രഗ് ഷോപ്പിലേക്ക് ഒന്ന് വരുമോ? ഡ്രസ്സും മാറിയിട്ട് പോവാം. പെട്ടെന്ന് വരണേ. കണ്ണാ നിരു എടുത്ത് നിരു ഇപ്പൊ വരാന്ന്. ഹലോ, ഇത് ബേബിയാ ബേബി. നീ എന്ത് നിന്നെ കാണിച്ച? ഞാൻ പട്ടിയാ. ഞാന് പറഞ്ഞോ അയ്യോ അളി ഞാന് പറഞ്ഞാ കുറച്ചേരം മിണ്ടായിരിക്കാങ്കിൽ ബേബിയുടെ ശബ്ദം കേൾപ്പിച്ചു തരാം. ചിന്നു ചിന്നുകുട്ടി പറ. പട്ടിന്റെ മര്യാദ വേണ്ട. ഇത് എങ്ങോട്ടാ പോണ്ടേ? ഓക്കെ, ക്യാരി അടിക്കാനോ? എന്തിന്? അല്ലയോ അല്ലയോ അങ്ങനെ എത്തട്ടെ. വെയിറ്റ് അതില്ലേ ആ കട്ടാപ്പി കട്ടാപ്പി. ഹലോ ഇതെന്താ നീ എന്തീ ചെയ്യുന്നേ? കണ്ടാപ്പിടാ ഞങ്ങളിത് റെഡി ആയിക്കൊണ്ടിരിക്കുക. ആൾക്കാരെ കൂട്ടണ്ടേ? ചേച്ചിയുടെ പേരെന്തായിരുന്നു? പെമ്പിള്ളേര് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. പട്ടി ഹലോ. ചിന്നു എന്റെ ചിന്നു നായുണ്ട്. ചിന്നു ഹലോ. ചിന്നു ഹലോ. പട്ടി സംസാരിക്കാണ് ചേച്ചി. അതാ പട്ടീനെ ഒന്ന് കൂട്ടണേ. പട്ടീനെ കൂട്ടണം നമ്മള്. പട്ടീനെ കൂട്ടാൻ പറഞ്ഞു. പട്ടി ഹലോ. എനിക്ക് നിങ്ങളുടെ ഡ്രസ് ഇടാൻ പറ്റില്ല. ഈ ഡ്രസ്സിൽ അങ്ങോട്ട് വന്നൂടാ പ്ലീസ് പ്ലീസ്, എനിക്ക് ഡ്രസ് ഇടാൻ പറ്റില്ല. നിങ്ങൾ അത്ര പൊക്കമില്ലാത്ത എനിക്ക് അല്ല വേണ്ട, കൊച്ചിനൊന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. ചിന്നുനെ കൂട്ടണം. നിന്നെ കൂട്ടാൻ പറ്റില്ല. ഡ്രസ് മാറിട്ടോ, ഡ്രസ് മാറിട്ടോ പെണ്ണെ, ഡ്രസ് മാറിട്ടോ പെണ്ണെ. ചേച്ചി എനിക്ക് ഈ ഡ്രസ്സേ പറ്റുള്ളൂ. ഞാൻ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വരാ. ഡ്രസ് മാറിട്ടോ. എനിക്ക് ഡ്രസ് ഇടാൻ പറ്റൂ, വേറെ ഡ്രസ് ഇടാൻ പറ്റില്ല. ഞാൻ കേറിയട്ടെ ബേബി ഒത്ത് കേട്ടോ. ഡ്രസ് പറഞ്ഞോട്ടെ ആരെങ്കിലും. ഡ്രസ് ഇടാൻ പറ്റത്തില്ല. മേടിക്കാൻ പൈസ ഇല്ല ചേച്ചി. ഞാൻ ഇതിട്ടുണ്ട് വരാം. ഞാൻ പുതിയത്, എനിക്കതൊന്നും അറിയില്ല. പറ്റത്തില്ല. എന്നൊരു കാര്യം ചെയ്യാം, കൂട്ടാം. ദൈവത്തെ വിളിച്ച ഡ്രസ് സെറ്റ് ആവത്തില്ല. എന്നാ തലയിലെ തോർത്തം കെടുത്തോളാം. ശരിക്കും കേടാണോ? പറഞ്ഞത് പക്ഷെ സിറ്റിയിൽ അങ്ങനെയുള്ള ഒരാളില്ല.
അതെന്താ പറയാ, ഞാൻ പറഞ്ഞുതരാം അതെന്താ സംഭവം. അത് ഈ പട്ടീനെ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ബോർഡിനെ വിളിച്ച് പെട്ടിടിച്ചു. ഗേൾസ് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടേ, എന്നെ ചീത്ത പറയേ. അത് പെട്ടിടിച്ചാന്ന് പറയുന്നത്. ആ വിട്ടില്ല. ഹലോ ചേച്ചി, തലയിലെ തോർത്തെടുത്ത് മാറ്റും. ഇവിടെ വന്നാലേ മാറ്റി. എന്നെ കൊണ്ടുപോയാലും കുഴപ്പമില്ല, എന്റെ പട്ടിയെ കൊണ്ടുപോകാൻ പറയണ ഒന്ന്. പട്ടി ഒന്ന് ക്യാരി ചെയ്യുന്ന പറ. പട്ടി ഒന്ന് ക്യാരി ചെയ്യാൻ പറയണ. അതിന് അല്ലെ ഞാൻ ഒരു അണ്ടിയില്ല, കടിക്കരുത്. പട്ടിയില്ല, ഒരു അണ്ടിയില്ല. എടാ എന്നാ ആ കുട്ടിക്കും കൂടെ പറഞ്ഞു കൊടുക്ക് ഡ്രസ് കോഡ്. എനിക്ക് ആ ഡ്രസ് തന്നെ ഉണ്ട്, പക്ഷേ എനിക്ക് ആ ഡ്രസ് തന്നെ ഉണ്ട്, പക്ഷെ ബ്ലാക്ക് കളർ ക്രീം കളർ ഇട്ടാൻ പറ്റൂലോ. തന്നെ ഇട്. പേരെന്താ? പട്ടി ഇഷ്ടപ്പെട്ടോ? ഡ്രസ് മാറാ ദിദി. അതെന്താ വരണം? നിങ്ങളുടെ ഡ്രസ് പാകാവൂല, ഞാൻ ചെറുതില്ലേ. ഈശ 4 പേരേ ഉള്ളൂ. ഈശ ഇനി ആൾക്കാര് വേണം. പട്ടിക്കുട്ടി ബാക്കി കയറിയോ? ബാക്കി കയറി. ഞാൻ എല്ലാരും വണ്ടി കയറിക്കോ. അയ വന്നോ? ഞാൻ പട്ടി അതവനെ അറിഞ്ഞൂടല്ലോ. വെയിറ്റ് എന്റെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട്, സാനിയാന്ന് പറഞ്ഞിട്ട്. ഞാൻ അവളെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? പട്ടി കരയാതെ ഈ പട്ടി സിറ്റിയിൽ കുറെ കണ്ടു. പേടിക്കണ്ട ചിന്നു, സുരക്ഷിതമായ പോണേ. ചേച്ചിമാരൊക്കെ നമ്മളെല്ലാവരും ഇല്ലേ ചിന്നു? നമ്മളിപ്പ എത്തൂട്ടോ. കരയില്ല ചിന്നു. ചിന്നു അമ്മയുടെ പൊന്നല്ലേ ചിന്നു? എന്റെ ചിന്നിന് ബിസ്ക്കറ്റ് ഡോഗ് ഫണ്ണി വോയിസസ് 2-3 കൂടെ എടുത്തു വെക്കാവേ. സെറ്റിന്റെ ഡോഗ് ഫണ്ണി വോയിസസ്. ഭയങ്കര പ്രായം കുറഞ്ഞ കാണാം. അല്ല പ്രായം കൂടിയ ആൾക്കാരാണ്. 18 പറഞ്ഞതേ. ഹലോ, ഇവിടെ 75 ഒന്നുമല്ലേ പറഞ്ഞേ? ലൊക്കേഷനിലെത്തി. ഇത് ലൊക്കേഷൻ 945 പെട്രോൾ പമ്പ് ഇല്ലേ അവിടെ? 945 അവിടെ പെട്രോൾ പമ്പ് ഇല്ലേ? അതിന്റെ അടുത്ത്. ഇവിടെ പെട്രോൾ പമ്പിന്റെ അടുത്ത്. ഒരു കാര്യം അറിയോ? ഈ ആർപിയിലെ ഗേൾസ് പാർട്ടി നടക്കുമ്പോ ഒരു സൂ ആണ് വരാൻ പോകുന്നത്. ഒരു സൂ, പട്ടി, കാട്. ഞാൻ ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് വരുന്നു. എന്റെ ഡാഡിക്ക് ഇവിടെ സ്ഥലമുണ്ട് കൊറേ. ഡാഡിയോട് കൃഷിയാ. ഡാഡിയുടെ ക്രഷാണ്. അല്ല കൃഷി. ഡാഡിക്ക് ഈ മറ്റേ എന്തോ ബിസിനസ് ഒക്കെ ഉണ്ട്, കൃഷി ബിസിനസ്. പറ്റിക്കുട്ടി വന്ന് ഹലോ, ഇതല്ലേ
പമ്പില്ലേ പുതിയ മാപ്പ് 945 പെട്രോൾ പമ്പ് 945 പുതിയ മാപ്പ് വാർ മാപ്പ് ഈ മണ്ടന് മനസ്സിലാവുന്നില്ല. പെട്രോൾ പമ്പ് വിളിക്കാം. ശരി വീരപ്പ. നല്ല പട്ടിയല്ലേ? അതെന്റെ പട്ടിയാണ് വീരപ്പ. ബസ്സല്ലേ പുകയൊക്കെ വരും. കാല് മുറിഞ്ഞെടുത്തു ആ പട്ടി. 17 വയസ്സിൽ നിനക്കവിടെ പട്ടി ചെയ്യുന്നതാണോ ഇതൊക്കെ? ഈ പട്ടി കടിക്കണ എന്റെ കടിച്ച് എടാ പുണ്ടാവനെ കടിക്കല്ലേ, എന്റെ ലൈവ് എന്റെ മറ്റേ ഹെൽത്ത് വാഷ് എടുത്തത് എന്റെ ലൈഫ് പറഞ്ഞു. ഹലോ 945 പെട്രോൾ പമ്പിന്റെ അടുത്താണോ? എന്റെ അടുത്ത് വന്നേ. നീ എവിടെ? പശു കുഴപ്പമില്ല. പശു എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. പൂൾ പാർട്ടിക്ക് ഒരു സൂ ആണ് ടി വി എന്ന് വരുന്ന ഒരു സൂ. നീ പശു വെറൈറ്റി പശു അതായിരിക്കും കുറച്ചുകൂടി. നീ പശു ഞാൻ ഇവിടെ പട്ടി. ഞാൻ നിൽക്കുമ്പോ രായണനും മദാരെ കൂടെ 2 അസ്കികൾ വന്ന് ഇറങ്ങുന്ന പോലെ ഇറങ്ങുന്നത്. ഞാൻ പറ്റിയില്ല. നീ പശു സിംഹം പശു സിംഹം എല്ലാം വേണം കേട്ടോ. ഞാൻ പറയട്ടെ, ഇപ്പൊ പട്ടി കൂടുതലുണ്ട്. മന്ദാരം പറ്റുവാണെങ്കിൽ കൊരങ്ങനായിട്ടോ. കൊരങ്ങൻ ഞാൻ ബോബിനെ പറയാൻ പശു ആക്കിയിട്ടുണ്ട്. എന്നാ രായണനെ പിടിച്ച് ഇതാക്ക്. കൊരങ്ങനോ മറ്റേ ഇതൊക്കെ കൊരങ്ങനൊക്കെ തരും. ആ ശരി ശരി. ചിന്നുവിന്റെ ഫാൻസേ സിറ്റിയിലിപ്പോ പിള്ളേരാണോ കൂടുതൽ ആമ്പിള്ളേരെ കാട്ടി? 1.5 വയസ്സ്. അവരുടെ ആർക്കും നശിപ്പിക്കില്ലേ? പിന്നെ നമ്മള് നശിപ്പിക്കല്ലോ ബ്രോ. ഇത് എന്റെ സെർവറാണ്, ഞാൻ നശിപ്പിക്കും. നീ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യണേ? വണ്ടി കയറാൻ പറഞ്ഞല്ലേ? അണ്ണാന്റേത് പന്നിക്ക് ഭാര്യ വെച്ചു നടക്കില്ല. ആടാടാ ഇത്
വെയിറ്റ് ചെയ്യണ്ട കൊറേ നേരമായി നമുക്ക് പോവാം. മോനെ ഞാൻ കാര്യം പറയണ്ട സ്നൈപ്പർ കൊണ്ട് വാടാന്ന്. ഇത് നമുക്ക് ഈ ഡ്രസ് ഒന്ന് കുറച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൺവീനിയന്റ് ആയേനെ. ഇത് എന്ത് വാടാ പട്ടിയും പശുവൊക്കെ. അന്ന് ഞാൻ ഒരു കാര്യം പശുവിന്റെ ശബ്ദമല്ലേ ഇപ്പൊ നമ്മൾ അവിടെ ഇവരെ കൊണ്ട് നമ്മളവിടെ അന്ന് നമുക്ക് ഇവരെ കൊണ്ട് ഇറക്കുന്ന അവിടെ തന്നെ ഒരു ഡ്രസ് ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് പശുവൊക്കെ നിന്റെ പശുവൊക്കെ സുന്ദരിയാണോ അത്? എന്റെ സുന്ദരി പശു. അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടക്കുന്നു. അവരുടെ കൂടെ നടക്കണ പുണ്ടച്ചു മോനെ എന്റെ നടക്കാതെ. എല്ലാരും ഉണ്ട്. പശുവുണ്ട്, പട്ടിയായി. ആ ഒരു ഡോഗ് എവിടെ? പട്ടി എന്റെ ചന്തിയാണ് കടിച്ചോണ്ടല്ലോ. എല്ലാരും 945 ജോഡിയെ പോകുമ്പോ കൊന്നെ അയ്യോ ചത്തിപ്പോ ഇത് വരുവോ? എന്റെ നിതംബത്തിലുള്ള മാർക്കുണ്ടോ നോക്കോ? പശുവിടെ എനിക്കങ്ങനെ അറിയില്ല ചേച്ചി. ഞാൻ പശു വന്നായിരുന്നല്ലോ പശു. ആണോ? ഗേൾസ് പാർട്ടിൽ നിന്നേക്കാളും ചിന്നു എവിടെ? ചിന്നു ഓടുന്നേ. എന്നെ മേലെ എങ്ങോട്ട് കൊണ്ടുവരൂലേ ചിന്നുവിനെ? കുണ്ടിക്ക് അടി മഞ്ഞ വണ്ടി അടുക്ക് കുറെ ആൾക്കാർ വരാൻ. ചേട്ടൻ അങ്ങനല്ല. ഈ കൊച്ചിന് ചോണിമാമന് ഇഷ്ടം. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ പാർട്ടി നടത്താൻ മെയിൻ കാരണം ആരാന്നറിയോ? ജോക്കിയെണ്ണു. പാവം ഗേൾസ് എന്ന് പറയുന്നത് അടുക്കളയിൽ ഒതുങ്ങി തീരാനുള്ളതല്ല എന്ന് പറഞ്ഞു. കിച്ചണില് മാത്രം. എവിടെ ലൊക്കേഷൻ? എവിടെയാ? ഞങ്ങളാരാ ഗേൾസ് ഓൺലി എന്ന് പറഞ്ഞിട്ട്? ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ഇറ്റാച്ചി. ലൊക്കേഷൻ എത്തിയോ? പശുവാണോ? പശുവാണോ? പട്ടിയോ? പശുവാക്ക്. ഇല്ല വേറെ പശു ഇല്ല, പട്ടി മാത്രമേ ഉള്ളു. പെമ്പിള്ളാരുണ്ടല്ലോ എന്നെ ഇവിടുന്ന്. വണ്ടി കയറി വണ്ടി പോന്ന്. അതെ ആൾക്കാര് പട്ടികൾ രണ്ട് പട്ടി ഇറങ്ങി അസ്ഥിയൊക്കെ ഇറങ്ങി.
പാർട്ടീന്. അതെ ആൾക്കാർ വരാനുണ്ട്. കണ്ടു ഇവൻ ചിന്നൂന്ന് വിളിച്ച് നടക്കല്ലേ ഇവൻ. അതെ ആൾക്കാർ വരുന്നുണ്ട്. ഇനി ആൾക്കാർ വരാനുണ്ട്. പട്ടികളെല്ലാം പുറത്തേക്ക് ഇറങ്ങിയേ. ചിന്നു ഇതിനകത്തുണ്ടല്ലേ. പട്ടികളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. അതിഥി എവിടെ എത്തി? കുട്ടി ഇറങ്ങി ഡ്രൈവർ ഡ്രൈവർ ഇറങ്ങി ഡ്രൈവർ ഡ്രൈവർ പട്ടികള് ഡ്രൈവർ അതിഥി എവിടെ എത്തി? ഒരു പട്ടിനെ കൊന്ന ആരാത്? ഇതിപ്പോ എന്റെ അണ്ണ ഇവിടെ പോയി. പോയി കടിക്കല്ലേ 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 കടിച്ചു ചാവൂടാ. അതെ ഡേസി 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 പുറത്തു വാ. ഡേസി പുറത്തു വാ. ഭൂമിക്കടി പോയ ഡ്രസ് തരണ്ടേ? ഞാൻ പുറത്തുണ്ട്. അല്ലല്ല ഇത് പെണ്ണിന് ഓട്ടോറിയുണ്ട്. അതിഥി വരണുണ്ട്. അതിഥി വരാൻ ബേബിയുടെ ഭാഗ്യമേ. പട്ടി പട്ടി പട്ടികളെ പട്ടികളെ തീർക്കണ്ടോ? 948. പട്ടി കൂടെ വായിക്കണ്ടേ. എടാ ഒരു പട്ടി കൊണ്ട് ഒരു പട്ടി കൊണ്ട് ഇവിടെ ഉണ്ട്. അവര് പോയോ? അടിച്ചു വന്ന ഓ പട്ടിപ്പോരേതാ പട്ടിപ്പോര്. ഞാനെന്നെ വിളിച്ചാലോ. ഇവിടെ എവിടെ 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 എവിടെത്തി? അങ്ങോട്ട് വലിച്ചോണ്ടിരിക്കുക. അതെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചത്. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുത്തരുടെ എൻട്രി കൂടെ കണ്ടിട്ട് പോകണല്ലേ എനിക്കൊന്ന്. ഇല്ല ഒരാളോട് ഉണ്ട് ഒരാളോട്. ദൈവത്തെ വിളിച്ച EMS വിളിക്കണ്ട. ഞാൻ ഈ വണ്ടിയിൽ ട്രാവലു ഇപ്പൊ ഒരുത്തനോട് കൂടെ വരും. ഒരുത്തനോട് കൊണ്ടുപോണ്ട്. ഒരാളെ കൊണ്ടുപോണ്ട്. ഒരാളെ കൊണ്ടുപോണ്ട്. ഇനി ആരെ വരണ്ടേ? ഓ ബോ വരാണ്ട് ബോ വരാണ്ട്. ലൈഫ് കുറഞ്ഞോണ്ടിരിക്കണം. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ. അവിടെ ചെല്ലുമ്പോ പൂൾ പാർട്ടിയെ കൂടുതൽ പട്ടി, കൊരങ്ങൻ, പശു, ആട്, ചെമ്പരിയാട്, പട്ടി എന്നെ 3 ഇനം. ഒരു അമ്മണി പശു ഓടുന്നത്. നീ അവരോട് പൊക്കോ. നീ ഇനി റേഡിയോയിലൊന്നും കോള് വേണ്ട. കേറ്റൊന്നും ക്യാരിയടി. അങ്ങോട്ട് നോക്കിയോ റോഡ് വീലർ ഒരു ഇതൊക്കെ നിക്കുന്നത്. മറ്റേ പട്ടിയുടെ കണ്ണാപ്പി പട്ടി ഒരു പുണ്ട താഴെ ചാടി. പട്ടിയാക്കാൻ പറ്റും. ഈ പട്ടിയാക്കാൻ പറ്റും. പട്ടീനെ കൂട്ടിട്ട് ഇതാരൊക്കെ പട്ടിയാ? ഏതൊക്കെ പട്ടികളാ? വണ്ടി വാ. വണ്ടി വിട്. ഇച്ചാച്ചു വിട്. മന്ദാരം ചെറിയ പട്ടിയാണ് എന്നെ ആകെ പറഞ്ഞു ആക്കിയില്ല. ഇതെങ്ങനെയാണ് ഇരിക്കുന്ന? എങ്ങനെയാളിയാ? അതെങ്ങനെ? എക്സൈറ്റഡ് ബിഗ് ഡോഗ്. XY
എക്സൈറ്റഡ് ബിഗ് ഡോഗ് അടിച്ചോ കേട്ടോ. ഇത് കണ്ടോ ഫ്രിസ്ബി. എനിക്കൊന്നും വരുന്നില്ല മച്ചു. ഉറങ്ങാൻ പറ്റത് ഉറങ്ങാൻ പറ്റത്. ഇല്ലില്ല അസ്കിക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്മോൾ ഡോഗ് കളിയാ, നമ്മള് ബിഗ് എനിക്ക് തൊപ്പിയൊന്ന് കണ്ണാടി മന്ദാര കറച്ച് പട്ടി. നിങ്ങൾ ഇവിടെ നിൽക്കാണോ? അവർ ഇങ്ങോട്ട് എവിടെ എത്തി? വണ്ടി വേണോ? ആ റോസാപ്പൂ എടുത്ത് പട്ടി ഒന്ന് ഇങ്ങോട്ട് വന്നേ. ചേച്ചിമാർക്ക് കൊടുക്കാലോ. അതെ അതെ ചേച്ചി വണ്ടി എടുക്ക്. ഒരു കൂട്ടം പട്ടികളുണ്ട്. പെമ്പിളാരെ കാട്ടി കൂടുതൽ പട്ടികളാണല്ലോ ഇപ്പൊ. പട്ടികളെ വണ്ടിയാണ്. സോറി മനുഷ്യർ ഞാൻ ഈ സന്ദർഭത്തിൽ മിസ് ചെയ്തേ ബോബേ. മാമൻ ഉണ്ടായിരുന്ന കറക്റ്റ് എ ക്ലാസ് പട്ടി. എന്റെ കൂടെ മറ്റൊരു ചേച്ചി ഉണ്ടോ? അത് ബേബി കുപ്പിക്കകത്തിട്ടുണ്ട് പോകുമോ? എങ്ങോട്ട് പോട്ടെ? ചേച്ചിയല്ല അത് ബേബിയാണ്. കണ്ടക്ട് ചെയ്തല്ലേ അങ്ങ് പരിപാടി. കൊള്ളാം കേട്ടാ. പോപ്പ് സ്റ്റാറെ ഇത് പാർട്ടി പരിപാടിയാണെന്ന് നമ്മളോടൊരു വാക്ക് പറഞ്ഞില്ലാണ് റേഡിയോ ഇതൊന്ന് പാർട്ടി പരിപാടിയാണ്. ഇത് അതല്ലേ സ്നൈപ്പ് നടത്തണ്ടടാ. എനിക്കറിഞ്ഞൂടാ ലൊക്കേഷൻ, എനിക്കറിഞ്ഞൂടാ. കണ്ടുകൂടാ ഒരു പട്ടി കടിച്ചു പിടിച്ച് ഓടിക്കുന്നത്. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരെ പോ. ഒറ്റ റോഡ് നേരെ. എല്ലാരും അവിടെ പെമ്പിള്ളേർ എല്ലാരും പൂൾ പാർട്ടി ബീച്ചിൽ വെള്ളത്തിൽ നടത്തുന്നുണ്ട്. എല്ലാരും ഈ റേഡിയോ നേരെ ഇറങ്ങല്ലേ. അവനെ എണ്ണക്കെടുക്കണേ അതിഥി നമ്മളെ വെള്ളത്തിൽ കൊണ്ടിട്ട് അതിഥി പൂൾ പാർട്ടി വെള്ളത്തിൽ കൊണ്ടേ പോയി. നിങ്ങൾ എവിടെ പോയി? ഹലോ കടലിൽ കൊണ്ടിട്ട് നമ്മളെ കടലിൽ കൊണ്ടിട്ട് ഛർദിലെന്ന് പറഞ്ഞ ഇറങ്ങുമ്പോ ഒരു സിഗ്നൽ തരാ. ഇതിങ്ങനെ വരാ. എവിടെ നിങ്ങള്? ഇവിടെ മറ്റേ കാറിനെ ഹലോ 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 മൈക്കില്ല. മോളെ ഒരു മാസ്റ്റർ പ്ലാൻ ആരാ? ഒരു 3 പേരും കൂടിട്ടാണ് പ്ലാൻ. ഹലോ എല്ലാ പട്ടിയും എല്ലാരും റേഡിയോയിൽ വിളിച്ചത് ലയറയാണ്. അപ്പൊ ലയർ നീയാണ് എല്ലാരെയും റേഡിയോ വിളിച്ചത്. ഒളിച്ചിരുന്ന് കടിക്കുന്നു ഇരുന്നിട്ട്. നീ മുള്ളാണോ അവിടെ? ബാക്കി എല്ലാരും കേക്ക എന്താ വന്നത്? സിറ്റിയിൽ എന്താ വന്നത്? ഈ 2 വർഷം കഴിഞ്ഞ് വന്നവരൊക്കെ ഇതാരാ?
ഞാൻ സക്കീറാടാ. ശരി ശരി ശരി. സൂപ്പർ പാർട്ടിയായിരുന്നു. പിടിച്ചു കേട്ടാ. ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ആയി ഓവേടാ നാളെ 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 ഇതിന്റെ അപ്പുറം കിടിലം പരിപാടി നടത്തോളൂ. ഇതിന്റെ അപ്പുറം ബീവിക്കയുടെ പരിപാടി എന്താണ് നാളെ കാണിച്ചു കൊടുക്കടാ. ഇന്ന് ഈ വെള്ളത്തിൽ കൊണ്ടിട്ട് പെമ്പിള്ളാർക്കൊക്കെ നാളെ എന്തോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കാണിച്ചു തരാം അളിയ. അതാ അതല്ലല്ല, ഇന്ന് ഈ വെള്ളത്തിൽ കൊണ്ടിട്ട് പെമ്പിള്ളാർക്ക് വേണ്ടി നാളെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന പരിപാടി നമ്മൾ കാണിച്ചു കൊടുക്കാം അളിയ. അളിയവാ എടാ നിർത്ത്, ഇതൊക്കെ റിഫ്രഷ് അടിച്ച് പോ. അളിയ ഈ പ്രാവശ്യം മാസമാവണം, പിന്തുണ ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയണം, മനസ്സിലായോ? ഞാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ ഇനി സ്ഥാനാർത്ഥിയായിട്ട് ഇരിക്കുന്നത് പറയാം.